നമസ്കാരം. ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ വിവിധ വ്യവസായങ്ങൾ നടത്തുന്ന പ്രമുഖ വ്യവസായിയാണ് KS അബ്ദുറഹ്മാൻ. കാസർഗോട്ടുകാർ അന്തോഞ്ച എന്ന് വിളിക്കുന്ന വ്യക്തി ശതകോടീശ്വരനാണെങ്കിലും ഒരു വളരെ സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന വ്യക്തിയാണ് ഈ അന്തോഞ്ച. നിരവധി പള്ളികൾ പുനർനിർമ്മിക്കുകയും പുതിയതായി സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തി. അദ്ദേഹം ഒരു ശതകോടീശ്വരനാണ്. സ്വാഭാവികമായ ആളുകൾ സഹായത്തിനായി ചെല്ലും. പക്ഷേ അന്ന് ചിലപ്പോൾ സഹായം അദ്ദേഹം നൽകിയെന്ന് വരില്ല. പക്ഷെ ഈ വന്നവരുടെ സാഹചര്യം മനസ്സിലാക്കി വീണ്ടും സഹായം ചോദിക്കാതിരിക്കാനുള്ള ഒരു തൊഴിൽ, അതായത് തൊഴിലധിഷ്ഠിതമായ എന്തെങ്കിലും ഒരു പരിപാടിയിൽ അവരെ പങ്കാളികളാക്കും. വീണ്ടും ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടരുത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. സ്വന്തമായി തൊഴിലെടുത്ത് തന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പറയപ്പെടുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം മുതൽ CPIM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത് എന്നെ ലീഗ് നേതാക്കൾ CPM ആക്കിയെന്നാണ്. അതിന്റെ ആദ്യ ഭാഗം ഞങ്ങൾ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിരുന്നു. രണ്ടാം ഭാഗം നിങ്ങൾ കാണാം. കുട്ടികളെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്താണ് അതിനെ കുറിച്ച് പറയാൻ? അത് ജോർക്ക് അങ്ങനെ ആവശ്യമുണ്ട്. ഈ കുട്ടികളെ ഇങ്ങനെ ഇതാക്കണം, കുറെ ഇങ്ങനെ ഡ്രഗിൽ കഴിക്കണം, ഇങ്ങനെ ഈ കുട്ടികളെ ഇങ്ങനെ തണ്ടുന്നതാക്കണം. ജോറ് ജീവിച്ചു പോകാനുള്ള കെണിയ ഏരിയയാണ്. ബാക്കിയുള്ള സമുദായത്തിനെ കമ്പയർ ചെയ്ത് നമ്മളെ കുട്ടികൾ ഡ്രഗിൽ മറ്റേ എല്ലാ കേസിൽ ഇന്ന് പേപ്പർ എടുത്ത് നോക്കിയാൽ 63% മറ്റേ സഹോദരന്മാരുണ്ട്. ഓരാണ്ടത് ഞമ്മ 27% ഇന്ന് പേപ്പറിലെല്ലാം അയാത്താക്കുന്നത് അല്ലേ. ഇന്ന് 63% മറ്റു സമുദായങ്ങളെ പേരില്ല, 27% നമ്മളാണ്. അത് ഈ പോക്സോയിലുണ്ടത് എന്തില്ലേ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ താടി വെച്ചിട്ട് തലക്കെട്ട് കെട്ടുന്ന ഈ പണ്ഡിതന്മാർ എല്ലാം പൊട്ടാക്കുന്നത് ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് ചീത്താക്കുന്ന അവരാണ്. ട്രെയിനിങ് പിള്ളേർ കിട്ടുന്ന ആടുന്ന് എന്ത് കിട്ടുന്നത്? ഞാൻ ഒന്ന് പറയട്ടെ മോനെ, ജോറ് 8 കൊല്ലം പഠിപ്പിക്കുന്ന നമ്മളെ കാസർഗോഡ് അക്കാഡമിയിൽ തന്നെ പിള്ളേരെ 1-2 ജാഗല് ഇമാമത്ത് നിൽക്കുന്ന കേട്ട് ഓരോ സോബിക്കൽ ഓതുന്നറിയോ കുല്ലൗദു റബ്ബിൽ ഫലഖ് കുല്ല റബ്ബിൻ നാസി. എത്ര 8 കൊല്ലം ഹാലിമു കോഴ്സ് എല്ലാം പഠിച്ചിട്ട് ഓർക്ക് അലംതറ കൈഫ് അത് അറിയുന്നില്ല മോനെ, ഇതൊരു അറിയുന്നില്ല. ആടെ അങ്ങനെ ഒന്നില്ല. കുറെ ഇങ്ങനെ കണ്ണ് കെട്ടിയിട്ട് എന്തിതാക്കിയിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ട് ഉസ്താദുമാർ ഒരു സൈഡിൽ ഇങ്ങനെ കട്ടില തിന്നുകൊണ്ട് ജീവിക്കുന്നത്. ഓർക്ക് ആലിമാണ്, ആഫിലാണോ, അതിന് തർത്തീബുണ്ട്. ആഫിലിൽ കാണാണ്ടുള്ള ഓതാൻ പഠിക്കണോ. ഈ കേരളത്തിലാണ് ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ സ്ഥാപനം അല്ലേ. ഷേഖ് മുഹമ്മദ് കുറേ വർഷങ്ങളായി പിന്നെ പാർട്ടിസിപ്പൻറ്റ് കൊടുക്കുന്നത് ഖുർആൻ പാർട്ടിസിപ്പൻറ്റ് നന്നായിട്ട് ഓതിയിട്ട് അതിൽ 1 മില്യൺ 2 മില്യൺ ഷേഖ് മുഹമ്മദ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഇത്തരം മത്സരിച്ചിട്ട് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു മദ്രസേൻ്റെ കുട്ടികൾ ആ പ്രൈസ് കൊണ്ടുവന്ന വേറെ പട്ടിണി കിടന്നിട്ട് ജീവിക്കുന്ന കുറച്ച് ഇത് മറ്റേ ആഫ്രിക്ക കൺട്രിയിലെ ആൾക്കാരും നല്ല അഡ്വാൻസ് ആയിട്ട് ജീവിക്കുന്നില്ലേ. നമ്മൾ പറഞ്ഞ യൂറോപ്യൻ നമ്മളെ കണ്ട അഡ്വാൻസ് ആ കുട്ടികളാണ് ഇത്ര വർഷമായിട്ട് കൊണ്ടുവന്നുള്ളത്. ഈ 1 മില്യൺ 2 മില്യൺ കൊണ്ടത് നമ്മൾ മത്സരിച്ച് ജീവിക്കുന്ന 2,10,000 ഇതുണ്ട്. എൻ്റെ അടുത്ത് 10 ലക്ഷം കുട്ടികളുണ്ട്. അതുകൊണ്ട് എന്തിന് ജോർക്ക് വോട്ടിടാൻ വേണ്ടിയിട്ട് വേറെ റൂമിൽ പോയി കാല് തിരുമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് മാലിസാക്കി കൊടുക്കാൻ. നിങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ട് ഈ ഒരു നേതൃത്വത്തിന്. പരാതികളല്ല, ഇത് പരാതി എന്നല്ല പറയുന്നത്. ഇത് ഹക്കീക്കത്താണ്. ഇറ്റ് ഈസ് ട്രൂ. ഇല്ലാങ്ക് ഈ കുറെ ചപ്രാശി പുള്ള കൊണ്ട് എന്നെ തെറി വലിപ്പിക്കണ്ട. ആണ് മക്കളെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ തെറ്റെങ്കിൽ ഏത് കുടുംബക്കാർ ചാനലിൻ്റെ അടുത്ത് അന്വേഷിച്ചിരിക്കണം. അതായത് KS അബ്ദുറഹ്മാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. മുതിർന്നവരായ ആരെങ്കിലും ഇതുമായി കൃത്യമായി ബന്ധപ്പെട്ട് ഉത്തരം നൽകാൻ സാധിക്കുമെങ്കിൽ, പണ്ഡിതനാണെങ്കിൽ പണ്ഡിതൻ, അതല്ലെങ്കിൽ ഏത് തറവാട്ടുകാരാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നവരാണ് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. ഇദ്ദേഹം അങ്ങോട്ട് വേണമെങ്കിലും വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും ഒരു ചാലഞ്ചിന് ക്യാമറയ്ക്ക് മുമ്പിൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടുക. ഞങ്ങളും അന്ന് അവിടെ ഉണ്ടാവും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആരും വരില്ല എന്നാണ്. കാരണം ഇതുവരെ അദ്ദേഹം ഒരുപാട് കാലമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഈ ചാനലിൽ എൻ്റെ ഫോൺ നമ്പർ ഇട്ടു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതാ മുഹമ്മദ് റസൂലുള്ള നമ്മളെ പാവപ്പെട്ട നമ്മൾ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ചോറ് ബ്രെയിൻ വാഷാക്കി, പിന്നെ ഗേണിയാക്കി.
അപ്പൊ ഇവർ പറഞ്ഞത് ഇസ്ലാം കാര്യം ഈമാൻ കാര്യത്തിന്റെ ഒന്നിച്ചാണ് ഏണിന്നാണ്. നിങ്ങൾക്ക് അർഷിന്റെ തണൽ വേണ്ടേ? ഏ അർഷിന്റെ തണൽ വേണ്ടേ? വേണ്ടതല്ലേ അർഷൻ ലീഗിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അർഷന്റെ തണൽ ലഭിക്കില്ല. ഞാൻ പറഞ്ഞ ഇവരുള്ള അർഷക്ക് വേണ്ട. ഇവർ ഈ തങ്ങന്മാരുടെ ഈ കാണുന്നത് ഈ കുട്ടക്കാരുണ്ടല്ലോ, ഓരുള്ള പക്കത്ത് കൂടി എൻ്റെ അള്ളാഹ് എന്നെ കൊണ്ടുപോണ്ടെന്ന് പറയട്ടെ. ഓരാർക്കുന്ന എത്തല്ല മോനെ. ഹാലിമാരിൽ 199 ഞാൻ നരകത്തിലിട്ടു എന്ന് പറഞ്ഞത്, പണ്ഡിതന്മാരിൽ 99 നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത്. അതില്ലാണ്ടായിക്കോ? ഇതൊക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ കണ്ടത്. അതിന്റെ തെളിവാണ്. അള്ളാഹ് പറഞ്ഞെങ്കിൽ അങ്ങനെ സംഭവിക്കൂ. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കൂ. അത് ജോറ് എന്ത് ദ്വാരം തിന്നിട്ട് ഫലമില്ല, സംഭവിക്കൂ. ഞാൻ ഒന്ന് പറഞ്ഞ ഈ പാണക്കാട് കുടുംബത്തിനോട്, നിങ്ങൾ കുറേ ഞങ്ങളെ മുത്തുനബീനെ അപമാനിച്ചു. ഓരോ കുടുംബത്തിൽ ഒന്ന് കാല് പിടിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മളെ നബീനെ അപമാനിക്കണം. നമ്മളെ നബീൻ്റെ ചരിത്രം ഒന്നും കൂടി വായിച്ചു നോക്ക്, നിങ്ങൾക്ക് മറന്നിട്ടുണ്ടാവും. എങ്ങനെ ലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിന്, എങ്ങനെ കടന്നിന്, എന്തെല്ലാം ത്യാഗം ചെയ്തിന്. അത് നിങ്ങൾ ഒന്ന് പൊടി പഠിക്കുക. ഞാൻ നബീൻ്റെ കുടുംബമായിട്ട് അത് നിങ്ങൾ എന്തു പറഞ്ഞോ നടന്നോ, നമ്മളെ അതിൻ്റെ അപമാനപ്പെടുന്നത് നമ്മളെ മുത്തുനബിക്ക്. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഒന്ന് ഒഴിവാക്കണം. പിന്നെ എങ്ങനെ ജീവിച്ചോ? നിങ്ങൾക്ക് രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റാണോ? ആടെ 10 ജാഗയിൽ ഹാലിപ്പട്ടം വേങ്ങണോ? 10 മൈലിൽ ഹാലിപ്പട്ടം വേങ്ങിയെങ്കിൽ ഒരു പള്ളിക്കൽ 10,000 20,000 കൊണ്ടെങ്കിൽ 10 പള്ളിക്കൽ 2 ലക്ഷം റുപ്യയില്ലേ? ഷാല് കടിച്ചിട്ട് പള്ളിപ്പട്ടായി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ പണ്ഡിതന്മാരല്ലോ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നവർ ആര്? സമ്മസ്ത എന്നില്ലെങ്കിൽ ജോറ ബി ടീം ഓർക്ക് വയസ്സില്ല. അത് തീരുമാനിക്കുന്ന ആടുന്ന് തീരുമാനിക്കും. ഇപ്പം ആലിക്കുട്ടി മുസ്ലിയാർ ഇവിടെ ഖാലിയായിട്ട് വന്ന് വല്ലായി ഞാൻ പറയുന്ന മോനെ, ഇവിടെ മുന്നേ നാട്ടാറിൽ തീരുമാനിച്ചത് നമ്മുടെ ടാക്ക ഉസ്താദിനെ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ. അങ്ങനെ പച്ചതല്ലക്കൊട്ട് അതിലോ ഖാലിന്നില്ലെങ്കിൽ തിരുവനന്തപുരക്കാരെ വിധിക്കാനല്ലേ പറയാം. അതിൻ്റെ പറയുന്നത് ഓരെ തീരുമാനിച്ച് പയ്യ അന്നത്തെ മന്ത്രി, അന്നത്തെ ചെർക്കള അബ്ദുള്ള പാണക്കാട് പോയിട്ട് ഇൻഫ്ലുവൻസ് ആക്കിയിട്ട് ചെർക്കള അബ്ദുള്ളാൻ്റെ വീട്ടോ ഉപയോഗിച്ചാണ് അലിക്കുട്ടി മുസ്ലിയാറിനെ ഇവിടെ കൊടുത്തത്. ഏടുന്ന് അലിക്കുട്ടി മുസ്ലിയാർ നോമിനിയായത് പാണക്കാട് ചെർക്കളത്തിൻ്റെ ത്രൂ ഇരിക്കൻ്റെ അടുത്ത് നോമിനിയായത്. അപ്പോൾ ഓരോ എപ്പോൾ ആട്ടക്കാരൻ പാണക്കാട്ടേക്കും രാഷ്ട്രീയക്കാരൊക്കെ ബാലാട്ടിക്കൊണ്ടിട്ടു. അത് ഓരതല്ലേ, ഓരോ തന്നെയല്ലത് അല്ലേ? എന്താ ഉണ്ടാത്തത്? ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളതിനേക്കാൾ ഒരുപാട് മടങ്ങ് സംഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ വലിയൊരു വിശ്വാസിയാണ് അല്ലേ? നിങ്ങൾ വലിയൊരു വിശ്വാസിയാണ്. അത് മെഹർബാനിയല്ല. ഞാൻ വിശ്വാസി അല്ലാണ്ട് ഞാൻ ഹാഫിർ. ഞാൻ വിശ്വാസി എന്നില്ലെങ്കിൽ അത് നമ്മളൊരു അള്ളാഹ് ചെയ്യുന്നൊരു ഫേവർ. അത് നമ്മളെ വിശ്വാസിയാക്കിയില്ല. നമുക്ക് 5 ഫർലാണുള്ളത്. എന്ത് 5 ഫർള്? നമ്മളെ പിന്നെ ഷാത്കൽമ, നിസ്കാരം, പിന്നെ സക്കാത്ത്, അതായിട്ട് നമുക്ക് ഒന്നും നമുക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല. നമുക്കൊരു അനുഗ്രഹം മുസ്ലിം കൗമെന്ന് പറഞ്ഞെങ്കിൽ ഒരു മുസ്ലിം വീട്ടിൽ നമ്മളെ അള്ളാഹ് ജനിപ്പിച്ച് ബാക്കിയുള്ള സമുദായത്തെ ഒരു ഫർള് നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് അള്ളാഹ് നമുക്ക് വീട്ടിൽ കൊണ്ടു തന്നു. അത് നമുക്ക് ഷാത്ത് കൽമ ചെല്ലാനോ എല്ലാം പിടിക്കാനൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമതില്ല. അള്ളാഹ് വീട്ടിൽ കൊണ്ട്. ഇപ്പം ഹിന്ദു സഹോദരന്മാർ, ക്രിസ്ത്യൻ സഹോദരന്മാർ എന്ത് തെറ്റ് ചെയ്യുന്നതിനേക്കാളും കുറ്റം നമുക്ക് കിട്ടൂ. നമ്മ നന്ദികേട് അള്ളാഹാണ് കാണിക്കുന്നുള്ളത്. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. നമ്മളെ മുസ്ലിം വീട്ടിൽ നബിൻ്റെ ഉമ്മത്തിയായിട്ട് പഠിച്ച് അവരാണ് ഇന്ന് തെണ്ടിത്തിറങ്ങുന്നത്. ഓരോ തെണ്ടിത്തരം കളിക്കുന്ന ഓരോ വിശ്വസിച്ചില്ല. ഓർത്ത് അള്ളാഹ് നോക്കിക്കോളൂ. ഓരോ സ്വർഗത്തിലൂടെ അല്ല നമ്മൾ സ്വർഗത്തിൽ നമ്മൾ തീരുമാനം കഴിയില്ല. അത് അള്ളാഹ് സുബ്ഹാനഹു വതആല കപ്പാസിറ്റി. നമ്മ പറഞ്ഞ് നമ്മൾ സ്വർഗവാസി, ഓരോ നരകവാസി, അങ്ങനെയൊന്നുമല്ല. അതല്ല അള്ളാഹിനെ തീരുമാനം നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? നമ്മൾ സ്വർഗവാസിയാ അല്ല ഹിന്ദുക്കൾ നരകവാസിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് അള്ളാഹ് തീരുമാനിക്കുക. അത് അള്ളാഹിൻ്റെ കയ്യിലുള്ളത്. അള്ളാഹിൻ്റെ സബ്ജക്റ്റ് എന്നിട്ട് നമ്മൾ ഡിസ്കസ് ആക്കുന്നത്. എങ്ങനെയാണ് CPM-ലേക്ക് ഇന്നലെ ചെന്ന് കയറിയത്? CPM-ലെ മോനെ എനിക്ക് ഞാൻ മടുത്തു പോയി മോനെ. ഈ മുനാഫിക്കുകൾ ഇതുണ്ടല്ലോ ഈ പള്ളി കമ്മിറ്റിൻ്റെ, എനിക്ക് പല ആഗ്രഹവും. എൻ്റെ കംപ്ലീറ്റ് എൻ്റെ പ്രോഗ്രാം പ്രകാരം നമ്മൾ മാലിക്കനാർ പള്ളീൻ്റെ പണി തീർന്നിട്ടില്ല. അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അതിൻ്റെ സെൻട്രൽ AC ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഈ മുനാഫിക്കുകൾ ഇന്ന് ഓടിപ്പിക്ക പോലാക്കിയത്.
ഇത്രയും നിരാശപ്പെട്ട് ഞാൻ പിന്നെ കുറേ സംസാരിക്കാൻ ശക്തി ഉണ്ട്. ഇപ്പം എനിക്ക് പ്രായമ്പോഴേക്ക് എന്നെ പേറ്റാക്കാൻ കഴിയുന്നില്ല. ഓടിപ്പിച്ചത് ഓർക്ക് കക്കാൻ കിട്ടുന്നില്ല. ജോരാണ് പക്വങ്ങള് ഒരു 10 ആള് നല്ല ആൾക്കാരെ ഇട്ട് എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാം ഇതിട്ട് ഇത് ഒന്ന് എനിക്ക് കാണിക്കാം. അത് ഇതേ ജോനുണ്ടല്ലോ, ഈ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ഉണ്ടല്ലോ, ഞാനിതെല്ലാം ചെയ്തതാണ്. ഞാൻ പള്ളി നന്നാക്കണോ, നിങ്ങൾ ആടെ ഇടെല്ലാം പോയിട്ട് കേസിന് പോയിട്ട് നമ്മളെ പള്ളിൻ്റെ മാലിക്കിനാർ പള്ളിൻ്റെ പേര് ദോഷം വരുത്തണ്ട, നമ്മൾ ഇരുന്നിട്ട് നോക്കാം. ഈ പ്രസിഡന്റിനോട് ഞാൻ ദുബൈയിൽ നിന്ന് പറഞ്ഞ് നമ്മൾ ഇത് നോക്കി നിന്ന് ശരിയാക്കി കൊടുക്കാം. ശരിയാ. അപ്പം ഈ ജോൻ പറയുന്നുണ്ടല്ലോ, ജോനെ ഈ സെക്രട്ടറി പറഞ്ഞ് റോഡിൽ പോകുന്ന ആൾക്കൊന്ന് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ അതിന്റെ കണക്ക് റോഡിൽ പോകുന്ന ആൾക്ക് കാണിക്കാൻ പറ്റും. എത്ര കോടി പള്ളിക്കായി ചെലവഴിച്ചു ഇതിന് ചോദിക്കുന്നല്ല. അല്ല, അങ്ങനല്ല ചോദിക്കുന്നത്. അത് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പള്ളിന്ന് കുറെ കട്ടത് ഞാൻ തൊടി. നമ്മളെ മെയിൻ ഗേറ്റ് ഉണ്ടല്ലോ, ഞാനൊരു വലിയ ബിൽഡറാണ്. ഇതിന് എത്ര ഇത് ചിലവെന്ന് എനിക്കറിയും. ഡബിൾ അതേ ഗേറ്റിന് ഇപ്പോൾ 30 ലക്ഷം 40 ലക്ഷത്തിനാണ് പള്ളി കണക്കിന് എഴുതിയിട്ടുള്ളത്. ഞാൻ ഇന്ന് ചെല്ലിക്കുന്ന അങ്ങനത്തെ 10 ഗേറ്റ്, ഓരോ ഗേറ്റ് 18 to 20 lakhs ഞാൻ ഉണ്ടാക്കുന്നത്. ഏത് പള്ളി 18 to ഇപ്പം ഇതിന് രണ്ടാമത് എൻ്റെ എല്ലാം പൊളിച്ച് ചാടിയില്ലേ, ഒരാടെ കണക്ക് ചെയ്തിട്ട് 2, 3, 4 കോടി രൂപ. അതെ എല്ലാം കമ്മീഷൻ അടിച്ചത് 2, 3 കോടി. ഞാൻ ഓരോട് പറയും, ഞാൻ നിങ്ങൾക്ക് തെളിയിച്ച് തന്നില്ലെങ്കിൽ മാലിക്കുന്നാറിനെ കമ്പൗണ്ടിൽ വെച്ചിട്ട് എന്നെ കല്ലെറിഞ്ഞ് കൊന്നത്. അത് ഞാൻ പറഞ്ഞവരോട്. ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. ഭീകരമോനെ, നിങ്ങൾ ആരും ഉണ്ടെന്ന് ഭീകരം ഒന്ന് ബാക്കിൻ്റെ ആളൊന്നുമില്ല. ബാക്കി യോർ കമ്മിറ്റി തീരുമാനിക്കുന്നത് എങ്ങനെ, പ്രസിഡന്റ് വീട്ടിലാകെ കൊണ്ടുപോയിട്ട് കോഴി കാച്ചിയതും ബിരിയാണിയും പിന്നെ 65 കൊടുത്തിട്ട് മസ്താക്കിയത് ആക്കും. അതിനായിട്ട് ഇവന് പ്രസിഡന്റ്, ഇവന് സെക്രട്ടറി, ഇവനെ കഞ്ഞി അല്ലാഹു അക്ബർ, തീർന്ന് റബ്ബർ സ്റ്റാമ്പ് പോലത്തെ കുറെ ആളെ കൊണ്ടിട്ട് അടച്ചു. ഓർക്ക് ദുനിയാവരല്ല, ഓർക്ക് ചോറ് കിട്ടിയും ധാരാളം. അത് അല്ലാഹു തീരുമാനമായി. ഇപ്പൊ 9ാമത്തെ കൊല്ലം. ജോറോട് ചോദിക്കുമ്പോൾ നീ ജോർ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? രാഷ്ട്രീയ പരിചയമുണ്ട്, സാമ്പത്തിക ഇതുണ്ട്, പിന്നെ നമ്മളെ പ്രസിഡന്റ് എന്ത് ചെയ്യുമ്പോൾ സീസൺ ചെലവാക്കി എന്താക്കി, ബാക്കിയുള്ള ആൾ ചെയ്തതിന് എതിർ നിന്നിട്ട് ഫോട്ടോ സ്റ്റേജിൽ നിന്നിട്ട് കൊടുക്കാതെ ആര് കൊടുക്കാൻ കഴിയാത്തത്? ഇവർക്ക് സ്റ്റേജിന്റെ അപ്പിയറൻസ് വേണം. എന്തിനാ ജനങ്ങളെ പറ്റിക്കുകയാണ്? പറ്റിക്കുന്നല്ല. ഒറ്റൊരു കാര്യം ചോദിച്ചോ, ഇത്ര മെമ്പർമാരുണ്ട്, ഓരോ പള്ളിയിൽ നിന്നും ഓരോ മെമ്പർമാർ അവിടെ പോകുന്നുണ്ട്. ഇവർക്കൊക്കെ എന്താണ് പണി? അല്ല, പണിയല്ല. ഇവർ പോയ്സന്മാര്. ഇവർ ഒരേ മുനാഫിക് ലീഗിന്റെ മെമ്പർമാരാണ് ഇവരല്ലോ. ഇവർ എന്തെങ്കിലും എതിർ സംസാരിച്ച് എന്തെങ്കിലും ഇവർ ബാക്കിൽ നിന്നും ചെയ്യൂ. ഇപ്പൊ അന്യ എന്തോ ചെയ്യാൻ വേണ്ടി നോക്കൂ. ഞാൻ ചാലഞ്ച് വിളിക്ക് ചെയ്യും. ഞാൻ ആണുമോന് പണ്ടുണ്ട്, ഇനി ആണുമോന് എന്റെ ബാക്കിൽ നിന്ന് എന്തൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അവസ്ഥ ഒക്കെ അറിയും. അന്ന് എൻ്റെ അടുത്ത് നടക്കല്ല. നമ്മൾ ദുനിയാവ് എത്രയോ നോക്കിയിട്ട് വന്നോന്. വേറെ ഈ കളി ഉണ്ടല്ലോ, ബാക്കിൽ നിന്ന് കളിക്കുന്ന കളി, ഇതാ എന്നോട് കളിക്കണ്ടെന്ന് പറഞ്ഞത്. ഇനി എന്തെങ്കിലും എനിക്ക് സംഭവിച്ചെങ്കിൽ, എന്തെങ്കിലും നാളെ മുതൽ മോനെ എന്തെങ്കിലും ഉപ്പാക്ക് സംഭവിച്ചെങ്കിൽ ഈ മുനാഫിക്ക് ലീഗിൻ്റെ നേതാക്കന്മാരായിട്ട് ഉത്തരവാദി. ഇതിന് ഒസ്യത്ത് പറഞ്ഞോട് പറഞ്ഞ ഈ മുനാഫി ലീഗിൻ്റെ കുറേ ഉത്തരവാദി ഉണ്ടല്ലോ, ഓറായിട്ട് ഉപ്പാൻ്റെ ഒക്കെ എന്തെങ്കിലും റിസ്ക് വന്നെങ്കിൽ ഉത്തരവാദി ഞാൻ നോട്ടാക്കി വെച്ച പറഞ്ഞു. അറിഞ്ഞാ ഒസ്യത്താണ്. എന്നെ നോക്കാൻ കുറേ ആൾക്കാർ നോക്കി പോലെ. എനിക്ക് ഇന്ന് 75 വയസ്സായി. എന്നെ എന്തെന്ന് എൻ്റെ കാക്ക കൊല്ലു, എന്നെ വെച്ചുപോലെ കാക്ക കൊല്ലു. അതെൻ്റെ പ്രിയപ്പെട്ട കാക്കാണ്. ഞാൻ ആരെന്നറിയാം, എന്തിനാവാൻ അന്തോഞ്ഞി അറിഞ്ഞ എന്നെ കിടക്കെത്തിച്ച് എത്തിച്ചു. ഇപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ഒരേ വിചാരം, ഈ പിന്നെ ദജ്ജാലിൻ്റെ കൂട്ടക്കാർന്ന് എങ്ങനെ നമ്മുടെ സമുദായത്തിന് രക്ഷപ്പെട്ടു. നമ്മളിലുണ്ട്, എല്ലാ സ്ഥലത്തും ഇവർ കയറിയിട്ടുണ്ട്. കുറേ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തും ഒരേ ചിന്ത എനിക്ക് ഉറക്കില്ല. ഒരേ ചിന്ത ഇവരെ കഴിഞ്ഞ് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും. അതിന് കുറച്ചും കൂടി റീസണബിളായിട്ട് ഇപ്പോൾ ഉള്ളത് പിന്നെ കോൺഗ്രസ്സിന് നമ്പാൻ കഴിയില്ല. കോൺഗ്രസ്സിൽ വലിയ പോലെ സ്വാതന്ത്ര്യം കിട്ടിയ പ്രതി മുസ്ലിം സമുദായത്തിന് ബാക്കിൽ നിന്ന് കത്തിയിട്ടുകൊണ്ട് പോയത്. BJP-ക്കാർ RSI നമ്മളെ ഫ്രണ്ടും തയ്ക്കുന്നത് നമുക്ക് തടുക്കാൻ പറ്റൂ. ഈ ചതിയന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിന് ഇങ്ങനത്തെ 2 കുറേ തങ്ങന്മാർ കുറച്ച് ഇണ്ട മതി. ഇതെന്നെ നോക്കി ഈ ബാബരി മസ്ജിദ് തന്നെ ജോറ് ഇരിക്കട്ടെ. ബാബരി മസ്ജിദ് സദ്ദും മദ്ദായിട്ട് പൊളിച്ചിട്ട് കോൺഗ്രസ്സാണ്. ഒരു സംശയം വേണ്ട. അതിന് ലാസ്റ്റ് മേസ്തിരി പണിയെടുത്തത് ആ പാവങ്ങളായ മറ്റേ അവർ ഓരോ തെറ്റില്ല. നമ്മളെല്ലാം ഒരാൾ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ റെഡിയാക്കിയിട്ട് ഈ പോയിട്ട് ഒന്ന് മതിൽ പൊളിച്ച് തീർന്നിട്ട് ഒരു മതിൽ പൊളിച്ച് മറ്റേ ഓനുണ്ടായിരുന്നു നരസിംഹറാവ് അങ്ങോട്ട് മൂടിയിട്ട് ഇരുന്നോണ്ട്
2 ദിവസം പ്രതീക്ഷിച്ചില്ല. അതിൽ ഒരാൾ തൊട്ട, ഒരാളെ അറസ്റ്റ് ചെയ്ത അഭിനയം, ബാക്കിയുള്ള അഭിനയം. ഇത് ഈ കുട്ടക്കാരുണ്ടല്ലോ, ഈ മുനാഫി ജോറ അഭിനയത്തിൽ നമ്മൾ സ്ത്രീകൾ, നമ്മളെ കുട്ടികൾ പെട്ടുപോയി. ഞാൻ ഓരോട് ചെയ്യുന്ന ഹോസ്പിറ്റൽ ജോറിൽ നിന്ന് രക്ഷപ്പെടും. അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരും. ഇല്ലാത്ത നരകത്തിലേക്ക് വഴികാട്ടികളാണ് ജോർ. നരകത്തിലേക്കുള്ള വഴികാട്ടി പാണക്കാട് കുടുംബം. പിന്നെ പാണക്കാട് കുടുംബം കൂടെ പറയുന്നില്ലെങ്കിൽ ആദ്യത്തെ ക്യാൻസർ അവരാണ്. ആരുന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ആടെ നന്നായെങ്കിൽ എല്ലാം നന്നാവും. ആടെ നബിന്റെ പുള്ളിമാരെന്ന് പറയുന്നില്ലേ, പേരക്കുട്ടികൾ എന്ന് പറയുന്നില്ലേ, ആടെ നന്നായ നേരം ആടെ ഓരോരോ ശ്വാസം ഒരു ഡിസ്കോ സ്റ്റൈലിൽ കുറെ തങ്ങന്മാർ, കുറെ ആടെ ഹാപ്പി ബർത്ത്ഡേ ആയിക്കൊണ്ട് കുറെ തങ്ങന്മാർ. ഇവിടുത്തെ എന്ത് ജീവിതം! ഇത്തരം ബുദ്ധി നമുക്ക് തന്നില്ല മോനല്ല. നല്ലത് ഏത് പൊട്ടെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നില്ല. എന്താക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ എന്താക്കി? ജോറെന്തെല്ലാം പറയും കമ്മ്യൂണിസ്റ്റ് അല്ല, നമ്മൾ ഈമാനില്ലാണ്ടാക്കും. ജോർക്ക് ഈമാനില്ല. ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ആടെ പോയിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴേക്ക് ഇവിടുത്തെ കാസർഗോഡ് ജില്ലേൻ്റെ സെക്രട്ടറി വേറെ എന്തും ചിന്തിച്ചില്ല. ഇതാ ഓർക്കെല്ലാം നിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആ റൂമിൽ പിരിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞില്ല എന്ത് മക്തരീബിന്റെ സമയമായത് ആ റൂമിൽ മീത്തലത്തെ റൂമിൽ പോയിട്ട് ജോർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമാക്കി കൊടുക്കാന്ന് മൂപ്പറന്നെ പറഞ്ഞത്. ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ത് മൂപ്പറ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഈ നിസ്കരിക്കുന്ന ആൾക്കാർ പേപ്പർ പിരിച്ചു തന്ന് അവരെല്ലാം കാത്തുനിന്ന് ഞങ്ങൾ നിസ്കാരം തീർന്നല്ലേ. ഇവരാണ് ജോറ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വെട്ടത്. നമ്മളെ കുറ്റക്കാരാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സിന്ധാവാന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ 24 മണിക്കൂർ ഇതിട്ട് നിസ്കാരം നടത്തുന്ന സിന്ധാവ റോഡിൽ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളെ കുറ്റക്കാർ ചെയ്യുന്നത് അലാല്, ബാക്കി ഹിന്ദു സഹോദരന്മാർ ചെയ്യുന്നത് അറാമാ. തമ്മിൽ ഭേദം CPM ആണെന്ന്. രാഷ്ട്രീയത്തിൽ ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ ഈ സ്റ്റാബിലിറ്റീസ് എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ടാകുന്ന എല്ലാ ഗവൺമെൻറ്റുകളുടെ അപ്പ് ആൻഡ് ഡൗൺ. ഒരു നാട്ടിന് രാജ്യത്തിന് ഭരിക്കുമ്പോഴേക്ക് ചില അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അത് റൂളറിൻ്റെ ദോഷമല്ല, അത് കാലാവസ്ഥ. ഇപ്പോൾ ഇവിടെ നിന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലാണ്ടുകളുടെ ഹെഡേക്കാണ് കേരളത്തിലുള്ളത്. ബാക്കിയുള്ള സ്റ്റേറ്റിൽ 2 or 3 പിന്നെ പാർട്ടി ഉണ്ടാവും, അല്ല കുറച്ച് സംഘടന ഉണ്ടാവും. ഇവിടെ ജനങ്ങളിൽ 99 സംഘടനകൾ കൊടി പിടിക്കാൻ റെഡി. ഇവരെല്ലാം രക്ഷപ്പെടുത്തിയിട്ട് ഒരു ഭരണം നിലനിർത്തണമെങ്കിൽ ഭയങ്കര സാക്രിഫൈസ് ഉണ്ട്. എന്ത് നല്ല ചെയ്തെങ്കിലും ഈ മറ്റേത് മുർദാബാദ് വിളിക്കും. ഓർക്ക് തടസ്സമൊക്കെ ഓർക്ക് ഉടനെ വന്നിട്ട് അവിടെ കയറി ഇരുന്നിട്ട് കക്കാൻ തുടങ്ങണോ? ഇപ്പോൾ 8 കൊല്ലയിപ്പില്ലേ വേറെ പട്ടായിട്ടുള്ളത്, വേറെ പട്ടായിട്ടുള്ളത്. അപ്പോൾ ജോറെല്ലാം ഒരു തന്തറാക്കുന്നുണ്ടെന്ന് ഈ ലീഗിനെ അത് ചെയ്യൂല. ലീഗിനെ കമ്മ്യൂണിസ്റ്റ് ചേർക്കാൻ കമ്മ്യൂണിസ്റ്റ് നാറിപ്പോവും. നമുക്ക് ജോറ് 2-3 തങ്ങന്മാരല്ല വേണ്ടി. നമുക്ക് അണികളെ മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് അണികൾ വേണ്ടത്, അല്ല ആത്മാർത്ഥമുള്ള അടിമകൾ. ഓരോന്ന് വിചാരിച്ച അതുകൊണ്ടാണ് ജോറ് 20-30 ML എന്നത്. അതിനെന്ത് കോംപ്രമൈസ് ഓരോ വിചാരിക്കണം. ഓർക്ക് ഇത് ഇമാൻ കാര്യം എന്ന് പറഞ്ഞാൽ ജോറ് തലക്കെ വിചാരിച്ച് നമുക്ക് കൊടുക്കൂല. എപ്പോൾ ഇങ്ങനെ പർദ്ദൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇതാക്കി അതിൻ്റെ കുറേ പണ്ഡിതന്മാർ അത് ആർക്ക് കൊടുക്കിട്ട് ഇതും അതും ഇത് മിനിറ്റിന് പൈസ മേങ്ങിട്ട് ദീനെ വെക്കുന്നുള്ളത് ഓരോ മിനിറ്റിന് ഇല്ലേ. മാലിക് ദിനാർ പള്ളിയിൽ കുറേ പണ്ഡിതന്മാർ വന്നു വല്ല കരി പോലെ മാലിക് ദിനാർ അങ്ങനത്തത് പറഞ്ഞ പോലെ മറ്റുള്ള ആൾ വന്നത് മാലിക് ബാംഗ്ലൂർസിനെ 5 കൊല്ലമായിട്ട് എല്ലാം ഇതാക്കും. ഈ 5 കൊല്ലം വയ്ക്കുമ്പോഴത്തേന് ബാഗ് പറഞ്ഞിട്ട് പോകുമ്പോൾ 10,000 20,000 25,000 പോക്കറ്റ് പണി കൊണ്ട് പോകുന്നത്. ഡ്രൈവർക്ക് വേറെ, ഓർക്ക് ബിരിയാണി കോയിൻ്റെ കാല് അത് വേറെ. അപ്പം മാലിക് ദിനാറിനോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഈ 5 കൊല്ലത്തേക്ക് ഈ ഒരു പൈസ ഒഴിവാക്കിയൂടെ? ഓർക്ക് എത്ര കഴിവുണ്ട്, വലിയ ബെൻസ് കാറിൽ വരാനും എല്ലാം ഉണ്ട്. കുറേ അഭിനയിച്ചിട്ട് പോകും. അത് ഈ പാവങ്ങൾ കേട്ട് എന്ത് നല്ല ഇത് പണ്ഡിതന്മാർ ഓരോ കൈമുത്തിക്കൊള്ളാം അല്ല കാലുമുത്തിക്കൊള്ളാൻ തോന്നും. ഇത് നമുക്ക് വിദ്യാഭ്യാസം ഇല്ല. ഇന്ന് ഹോസ്പിറ്റലാര് പോനെ, ഇന്ന് ഹോസ്പിറ്റലാര് അറിയല്ലോ, ഇന്ന് റോഡിലാര്. ഹിന്ദു സഹോദരന്മാർ ഇന്ന് കല്യാണം കഴിക്കുന്നെങ്കിൽ 2-3 അംബാസഡർ കാറിൽ പോകും ഗുരുവായൂരിൽ പാവങ്ങളായിട്ട്. പിന്നെ സാരിയെല്ലാം ഒടിച്ചിട്ട് അവിടെ പോയി 5-8 ഒരു ജോഡി പോയിട്ട് അവിടെ കല്യാണം കഴിച്ച് വരും. എവിടെയെങ്കിലും ബടി ഉണ്ടാ, എവിടെയെങ്കിലും ബൊഫ ഉണ്ടാ അറിയാം. സാരിയിൽ പച്ചല്
താലി കഴിച്ച് അവർ മര്യാദയ്ക്ക് വന്നു. ഞമ്മക്ക് അല്ല തന്ന അനുഗ്രഹം ഒരു ശക്തി പ്രകടനാക്കിയിട്ട് കാട്ടിക്കണം. അതിൽ വലിയ വലിയ ജോറ മന്ത്രിമാർ ജോറ നേതാക്കന്മാർ തങ്ങന്മാരെല്ലാം കൊണ്ട് കാട്ടിക്കണം. നമ്മളെ സംഘടന ഞങ്ങളെ ബാക്കി ക്രിസ്ത്യാനിമാളെ അങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. എല്ലാം ജോറ് അറാമിന് ജോറ് കൂട്ടുക. അറാമിന് ഇത് ഹോസ്പിറ്റലാണുള്ളത്. ഇന്ന് കിഡ്നി ഫെയിലറിൽ ഇന്ന് ആവറേജ് നോക്കി ആര് അധികം ഉള്ളത്? ആര്? എന്തുകൊണ്ട് തീറ്റി ബാക്കിയുള്ള സമുദായത്തിന് ദിവസം 2 ഭക്ഷണം, ഞമ്മക്ക് പുക്കട്ട് ബൊപ്പ എന്ന് പറഞ്ഞ ദിവസം 6 ഭക്ഷണം. അല്ലാഹ് പറഞ്ഞിന് നിന്റെ വയറ് കഴിക്കാൻ പാടില്ല, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം കയറ്, ഒരു ഭാഗം മാത്രം ഭക്ഷണം. ഞമ്മ പുക്കട്ടിന് ഒരു 200-250 റുപ്യൻ്റെ ഫുഡ് കിട്ടുന്ന പറഞ്ഞ് അടിച്ചു തിന്നുന്നു ബൊഫെ. അത് തിന്നിട്ട് 10,000-20,000 മംഗളാരം വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആ കണക്കൂട്ടുന്നില്ല. അറിയാ 250 റുപ്യ 100 റുപ്യൻ്റെ ബൊഫ ഫ്രീ നിന്ന് കിട്ടിയിട്ട് അടിച്ചു തിന്നും. ഇത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന എത്ര ഇവിടെ ചുരുങ്ങിയിട്ട് വന്നെങ്കിൽ 10,000-20,000 അത് ഒരു കണക്കൂട്ടുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോൾ കൈകാട്ടുന്നത് കല്യാണം. ഇന്ന് ഓർണമെന്റ് പണം വെച്ചിട്ടുള്ള ബാങ്കിലാര്, കടം മേങ്ങുന്ന ആര്? പിന്നെ ഗൾഫ് കൺട്രിയിൽ നിന്ന് ഏറ്റവും അധികം ഞാമത്ത് വരുന്ന ആർക്ക്? നമ്മക്ക് ഓർത്ത പൈസ എല്ലാം ജോറ വീതിച്ച് തിന്നുന്നത്. ആ സംഘടന, ഈ സംഘടന, ആ കോളേജ്, ആ സ്ഥലം, ഈ സമ്മേളനം, ജോറ സമ്മേളനം 2-3 ഗ്രൂപ്പാക്കിയില്ലേ. കുറെ ശക്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അറബി ഡ്രസ്സ് നെല്ലാം ഇട്ടിട്ട് ഏടുതൽ ബോംബെയിൽ നിന്ന് കൊണ്ടുവരും. ഇത് അറബി മറ്റേ പൂർവ്വ മിനിസ്റ്റർ അത് നെല്ലിട്ട് ബോംബെയിൽ റെഡിമെയ്ഡ് ഇത് കിട്ടുന്നത്, ഇത് കന്തൂര എല്ലാം കിട്ടുന്നത്, അത് ഇട്ടിട്ട് കൊടുത്തിട്ട് എൻ്റെ അറബി പഠിച്ചിട്ട് പോകും. മറ്റൊരുത്തര് വേറെ അവിടെ പോയിട്ട് കന്തൂരമൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് പറയും ഇത് ഇവിടുത്തെ സൗദിൻ്റെ മറ്റേ വക്കുപ്പുണ്ട്, അത് കൊണ്ട് വിളിച്ച് നാട്ടി വിട്ടിട്ട് പോയി. മനസ്സിലാണോ? നീ മനസ്സിലാക്കണോ? നമ്മക്ക് ആഖിറഉണ്ടാ, സ്വർഗമുണ്ടാ, നരകമുണ്ടാ. അള്ളാഹ് റസൂലും പറഞ്ഞ പോലെ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മോ ഇത്തിനോട് ഞാൻ പറഞ്ഞ് എല്ലാം നിങ്ങൾ ഇതെല്ലാം കളിക്കുന്നല്ലോ, ഞങ്ങൾക്ക് എനിക്കൊന്ന് എഴുതിത്താ ഇതൊന്നും ഇല്ലാന്ന്. അന്ന് നിങ്ങളെ കളിയെല്ലാം കറക്റ്റ്. എന്തത് ഇതൊന്നും ഇല്ലാന്ന് എഴുതിത്താ. നമ്മൾ പറയുന്നില്ലേ മഹൈറുമ്മത്തി. ഇന്ന് ദുനിയാവിനെ കേരളത്തിൽ കാണുന്ന മുസ്ലിം ഉത്തമ സമുദായം എന്ന് പറഞ്ഞിട്ട് ഈ ആലിമാർ എനിക്ക് ലെറ്റർ തരുന്നെങ്കിൽ ഞാൻ ലെറ്റർ പ്രകാരം ഉത്തരം കൊടുക്കും. നമ്മളെ ദീന്, നമ്മളെ സമുദായം, നമ്മളെ ദീന് ശരിയല്ല. ഇപ്പോഴത്തെ കാണുന്ന അവസ്ഥയിൽ നമ്മ ഹൈറുദ്ദീന്, ഹൈറുമ്മത്തി, ഉത്തമ സമുദായത്തിൽ ഇപ്പൊ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ നമ്മളെ, അത് കറക്റ്റ് ജോലി നമുക്ക് ലെറ്റർ തരുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ലെറ്റർ കൊടുക്കും. നമ്മളെ ദീന് ശരിയല്ല. ജൂതന്മാർ വരെ പറയുന്നത് ഇസ്ലാം ഈസ് ഗുഡ് ഫോർ എവർ. ഫോർ മുസ്ലിം ഈസ് നോട്ട് ഗുഡ്. ഇസ്ലാം പണ്ട് മുതലേ അള്ളാന്റെ ദീനാണ് ഇസ്ലാം. ആദം നബി മുതലുള്ളത് ഇസ്ലാമാണ്, മുസ്ലിമാണ്. അത് എല്ലാ ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല അത് ഇസ്ലാം മുസ്ലിം, അത് പണ്ടേ ഉള്ളത് അള്ളാന്റെ ദീനാണത്. അതിനാണ് നമ്മൾ ഇപ്പം നശിച്ചത്, മത്സരിച്ച് നശിപ്പിക്കും. നമ്മൾ അല്ല വിടുവോ? ഞാനിപ്പോൾ അള്ളാഹിനോട് ഒരൊറ്റ ദുആ നിരക്കുന്ന മോനെ ലാസ്റ്റ് പറയുന്നത്, ഞങ്ങൾ ഇത്തിരി കമ്മീനായി നമ്മ ഹറാമായി ഞങ്ങളെ ശിക്ഷിക്കണം. ശിക്ഷിച്ച് ഹൃദയത്തിൽ കൊടുത്ത് അല്ലാ 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 വിളിപ്പിക്കും. അല്ല ഇപ്പം നാല് മാഷാ അല്ല സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ അള്ളാഹിനെ പഞ്ഞിനെ കാട്ടി പോലത്തെ നമ്മളെ കാര്യം. നമ്മളിപ്പോ ഹൃദയം പൊട്ടിയിട്ട് ആ മാസത്തിൽ ഫുൾ ആടെ പലസ്തീനിൽ കാണുന്നില്ലേ 8,000 പിഞ്ചു കുഞ്ഞ് ഇതാക്കി. അള്ളാഹിന്റെ ശിക്ഷ ഇത്. ശിക്ഷ അവർ തുറയായിട്ട് ഇറക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് ഇതാക്കുന്നില്ല. എന്നിട്ട് നമ്മളെ കണ്ണ് തുറക്കുന്നില്ല. അള്ളാഹിന്റെ ശിക്ഷ ഇത്. അള്ളാഹ് പറഞ്ഞു ഒരു ലീഫ് ഇങ്ങനെ ഷേക്കാണെങ്കിൽ എന്റെ അനുവാദം വേണം. ഇത് എല്ലാം ഷേക്കാവൂലാണ്. ഇത് അതിനുള്ള ചെറുതും കരുവാൻ്റെ അടുത്ത് എല്ലാ തീരുമാനം എടുക്കുന്നത് അത് അള്ളാഹ് പറഞ്ഞിട്ട് നമുക്ക് ബൈ ചാൻസ് അല്ല. ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചില്ല, നിന്നെ ജലീലാക്കും, നിന്നെ ശിക്ഷിക്കും ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാതെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറയട്ടെ. ദുനിയാവിൽ ആ ശിക്ഷയാണ് ഇന്ന് ഞാൻ ഇതാക്കുന്നത്. ദുനിയാവിൽ ജൂതന്മാർക്ക് പ്രശ്നമില്ല, ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ല. ഏടെ ദുനിയാവ് ഒരു ഷേക്കാക്കിൽ അവിടെ ഇഷ്യൂ മുസ്ലിം വില്ലന്മാരാക്കി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ഇന്നൊരു വില്ലനാക്കി തന്നു. എല്ലാത്തിനും അടിസ്ഥാനപരമായ കാരണം പണം, പദവി. പിന്നെ ദജ്ജാലിന്റെ കൂട്ടക്കാരായ ഈ നേതാക്കന്മാരും നമ്മളെ പണ്ഡിതന്മാരും ഇബ്ലീസിന്റെ കൂട്ടക്കാർ.
ഇബ്ലീസിനെ നമുക്ക് ബഹുമാനപ്പെട്ട ഇബ്ലീസ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട മാന്യമായ ബഹുമാനപ്പെട്ട ജോറെ ബഹുമാനിക്കാൻ പാടില്ല. ജോറെ ഇബ്ലീസിന്റെ ശാഖകള് ജോറെ ബഹുമാനപ്പെട്ട ഇബ്ലീസ് എന്നൊന്നും നമുക്ക് ഇത് പറയാൻ കഴിയോ? ജോറെ ബഹുമാനം കൂട്ടാൻ പാടില്ല. ഇബ്ലീസിന്റെ കൂട്ടക്കാരാണിത്. അല്ല ജനാബ് ഇബ്ലീസ് നിനക്ക് പറയാൻ കഴിയോ? അതിന് ജോറയും പറയാം നമുക്ക്. വക്ക് ബോർഡിനെ ഒന്ന് താക്കും. വക്ക് ബോർഡ് മാത്രം ജോറാൻ കേൾപ്പിക്കും. എത്ര ലക്ഷക്കണക്കിന് കോടി എല്ലാം ജോറ് ഓതി വെച്ചിട്ട് എത്ര അതിനെ റിലീസ് ആക്കിയെങ്കിൽ ഞാൻ പള്ളിക്ക് വേണ്ടി കൈയാട്ടേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ കാര്യം എല്ലാം സാധിക്കുന്നു. അള്ളാന്റെ വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ റഷീദ് ബുക്ക് എടുത്തിട്ട് ഗൾഫിൽ പോയിക്കോ. അള്ളാന്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ തണ്ടണം. നമുക്ക് 10 കോടി 20 കോടി 30 കോടി ചെലവാക്കിയിട്ട് നമ്മളെ കുട്ടികളെ കല്യാണം കഴിക്കാൻ കഴിയും. വല്ല 100 കോടിന്റെ വീട് കെടാൻ പറ്റൂ. അള്ളാന്റെ വീട് നന്നാക്കണം. നമ്മൾക്ക് പോയിക്കോ, ഗൾഫിൽ പോയിക്കോ. ഇത് ഗിർനാര് കൊടുക്കല്ല. റഷീദ് ബുക്ക് തണ്ടണം. അള്ളാഹിനെ തെണ്ടിപ്പിക്കുന്നല്ലേ? ഇത്രയെല്ലാം അനുഗ്രഹം ചെയ്ത് അള്ളാഹിനെ തെണ്ടിപ്പിക്കുന്നല്ല മോനുള്ളത്. അല്ല വിടും നമ്മളെ? വിടൂല. നമ്മളെ വിടൂല. നമ്മളെ പിടിക്കും. നമ്മളെ ഇങ്ങനെ തച്ച് നമ്മളെ രക്ഷക്ക് ആരും വരുന്നില്ല. ഇപ്പൊ നമ്മളെ രക്ഷക്ക് ആരും വരുന്നുണ്ട. ഇപ്പൊ നമ്മളെന്നെ ഇപ്പൊ ആമാസിന്റെ അവിടെ കുട്ടികളെ കൊണ്ട് 18, 19 കോടി. നമ്മക്ക് തന്നെ നമ്മളെ ചുറ്റുപാടുള്ള കുറെ അറബി കൺട്രി ഉണ്ട്. ഓർക്കെല്ലാം എത്രയോ നാമത്ത് കൊടുത്തിന്. അപ്പൊ ഒരു ആങ്കർ പറഞ്ഞ, ഒരു ചാനലിലെ ആങ്കർ പറഞ്ഞത് 82 ലക്ഷം ആൾക്കാരിൽ പിന്നെ ഇസ്രായേലിനുള്ളത്. ചുറ്റുപാട് മുസ്ലിം കൺട്രി 43 കോടി ജനങ്ങളുണ്ടല്ലോ. ഓർ നിന്നിട്ട് മൂത്രിക്കാൻ മതിയത് ഒരു ആങ്കർ പറഞ്ഞത് ഇവരുടെ ഒഴിപ്പോന്ന്. ആ മൂത്രിക്കാനുള്ള ഈ മാര് വരെ ഇല്ല. നമുക്ക് ഒന്നായിട്ട് പറഞ്ഞത് യുദ്ധം തുടങ്ങാം. ഓരോ ചുറ്റും നിന്നിട്ട് മൂത്രിച്ചില്ലെങ്കിൽ 82 ലക്ഷം ആൾക്കാർ ഒഴിയിട്ട് പോകുന്നു. അതാണുള്ളത്. വേറെ ഇറങ്ങുന്നുള്ളത് കുറച്ചുകൂടി ഇപ്പൊ ഇറങ്ങുന്നത് പാച്ചവർ ഇറാന് കുറച്ച് ഇറങ്ങുന്നുണ്ട്. ഖത്തർ കുറച്ച് ഷേക്കാകുന്നുണ്ട്. തുർക്കിയെ കുറച്ചുകൂടി ഇതാക്കുന്നുണ്ട്. ഓരോ കിങ്ഡം ഓരോ ഭരണത്തിനെ പറ്റി ഒരു സമാലാക്കുന്നുണ്ട്. ഓരോ ആരും എന്തെങ്കിലും ചെയ്ത എപ്പോഴെങ്കിലും ഒരു പബ്ലിക്കിൽ ഇത് പഠിച്ചിട്ട് ഒരു ഷേക്കാവും. അവിടെ പോയി വെച്ചതാക്കി. അത് കഴിയൂല. അല്ല പറഞ്ഞതാണ്, നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അത് എന്റെ ശിക്ഷ തുടങ്ങിയത് നിന്നെ സഹായിക്കാൻ ആരുണ്ടാ. അല്ല പറഞ്ഞതാണ്. അവസാനം ഇപ്പൊ CPM-ന്റെ കൂടാരത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതായത് നമ്മളെ സഹായിക്കുന്ന കണ്ടുമ്പോഴേക്ക് നമ്മളെ കടമയാണ്. വഖഫ് ബോർഡിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുക. നാളെ മുതൽ ഞാൻ ഓഡിറ്റ് ചെയ്യും. ജോറ് എന്തൊക്കെയാണ് കട്ടിന് അത് ഞാൻ തെളിക്കും. അല്ല ജോറ് എന്ത് ശിക്ഷ തരുന്നു ഞാൻ മേങ്ങാൻ റെഡിയുണ്ട്. 1 കോടി 6 ലക്ഷം രൂപ 5% ഇൻട്രസ്റ്റിന് വെച്ചിട്ട് റഷീദ് അയച്ചു കൊടുക്കാൻ റഷീദ് 3.5 കൊല്ലം മുന്നേ വെച്ച് ഒരു പള്ളിക്ക് 30,000 രൂപ ഇൻകം വന്നുള്ള ജാഗ റോഡ് കട്ടിക്കല് പഠിച്ചതിന്റെ സഹായത്തിൽ ആരോ ഒക്കുപ്പ് ചെയ്ത് ഞാൻ ശരിയാക്കി കൊടുത്തത്. 9 കൊല്ലായി. 9 കൊല്ലം നമുക്ക് ശരിക്കും റെന്റ് കിട്ടി. അത് ആടെ പോയിട്ട് ബ്ലോക്ക് ആയിട്ട് 3.5 കൊല്ലായി. അവർ തരൂല. അവരാണ് ഇൻട്രസ്റ്റ് കൊടുത്ത് എന്നും പള്ളി കേൾക്കുമ്പോഴേക്ക് ആ പേപ്പർ കൊണ്ടുപോവാ, ഈ പേപ്പർ ശരിയില്ല, ആ പേപ്പർ കൊണ്ടുപോയിട്ട് 3.5 കൊല്ലായി കൊടുത്തത്. കുറെ എൻജോയ് ആക്കുന്നു. നമുക്ക് ഇൻട്രസ്റ്റ് ആവാമോ? ഞാന് ആദ്യ റൂൾ പ്രകാരം വഖഫ് ബോർഡിന് എഴുതി. അതിൽ ഒരുത്തനുണ്ട്, വലിയ ജോർ ഏജന്റ് ഒരുത്തനുണ്ട്. ഓനക്ക് പറഞ്ഞ് ഞങ്ങത് ഇന്ത്യന്റെ റൂൾ പ്രകാരം നിങ്ങൾ ആ പൈസ ഇൻട്രസ്റ്റ് ഇട്ടത്. നമ്മ ഇൻട്രസ്റ്റ് ആറാമ്. നമ്മളെ ഉപ്പന്മാരല്ലോ പള്ളിക്ക് പിന്നെ വഖഫ് ചെയ്യുന്ന എന്തിനു വേണ്ടിട്ട്? നരകത്തിൽ കിടക്കാനാ? ജോറ് അത് ആടെ വീക്ക്നെസ് ജോറ് കക്കാൻ വേണ്ടിട്ട് ഇന്ത്യൻ റൂൾ അവിടെ എക്സ്ക്ലൂസ് ആയിട്ട് അവിടെ ഇൻട്രസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആരോ വഖഫ് ചെയ്ത പൈസ അത് ഒരു അറാമിലിട്ടിട്ട് ഉള്ളത്. അതായത് ഈ ഒരു പൈസ കൊണ്ട് ഒരു സ്ഥാപനങ്ങളോ മറ്റൊരു വാങ്ങിച്ചിരുന്നെങ്കിൽ വരുമാനമായിട്ട് മാറുമായിരുന്നു. വരുമാനം കിട്ടിക്കൊണ്ടല്ലേ നമ്മളെ തിരുവത്തപ്പള്ളി ഐദ്രസപ്പള്ളിക്ക് ഞാൻ പറഞ്ഞില്ല 30,000 മാസത്തിൽ 9 കൊല്ലമായിട്ട് കിട്ടിക്കൊണ്ടായത്. റോഡ് കട്ടിങ്ങലായിട്ട് സറണ്ടർ ആക്കി 2 സെൻസ് ഉടനെ ഗവൺമെന്റ് പൈസ തന്നു. ഉടനെ തന്ന് അത് ഉടനെ ഇവർ കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ ഇൻട്രസ്റ്റിന്റെ പണമാണ് അനുഭവിക്കുന്നത്. അവരെ മക്കളെ പോയി തിന്ന് പയ്യ നാളെ അവരെ കുട്ടികൾ കാറും. പള്ളിന്റെ ഉണ്ടല്ലോ ബൈത്തുൽമാലിന്റെ പൈസ പേരെ കുട്ടികളെ തിന്ന് നാളെ ചോര ഓമിറ്റാവും. അത് അല്ല പറഞ്ഞത്. ബൈത്തുൽമാൽ എന്ന് പറഞ്ഞാൽ എന്തറിയോ? അള്ളാന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? അതിൽ നിന്ന് ഒരു നായ പൈസ കളി കളിച്ചെങ്കിൽ ഇവരെ അല്ല വിടൂല.
അവർക്ക് തോന്നിയിരുന്നു ഇതൊന്നുമില്ല നമ്മൾ കളിക്കുന്നത്ര കളിക്കാൻ തീരുമാനിച്ചത്. അങ്ങനത്തെ ഒരു ഫിക്രേ ഇല്ല. ഫിക്ർ ഉണ്ടെങ്കിൽ ഓരോ ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാണല്ലോ. ഒരു കേടിയില്ല. ഓർക്ക് ജമ്മും കാസാക്ക, ഓർക്ക് എപ്പൊക്കെ നിഷ്കരിച്ച മതി. പണ്ഡിതന്മാരല്ല ഇപ്പൊ ദുബൈയിൽ കുറെ കൊല്ലമില്ല, 40 കൊല്ലം ഇത് എന്നും ആവശ്യത്തിന് വരും. വലിയ വലിയ ഹാലിമാരെല്ലാം വരും. ഹാലിമാർ വന്നിട്ട് ഏതൊക്കെ നല്ല കുട്ടികൾ വേറെ റൂമിൽ താമസിക്കാൻ വേണ്ടി സൗകര്യം കൊടുക്കും. ആ കുട്ടികള് താഴെ പള്ളി, ആ കുട്ടികളെ സ്വബീസ്കരിച്ചിട്ട് പിന്നെ സ്വബീസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് തന്നെ പോകും. ജോറ് താമസിക്കുന്ന സമയത്ത് ഇമാം വന്നിട്ട് റൂമിൽ നിസ്കാരം. അതിന് ഒരു ഹദീസ് കാണിച്ചു കൊടുക്കും, അതെല്ലാം ശരി പോലെ വരും. എപ്പോൾ പള്ളിക്ക് പോകുന്നത് ഇത്തികളെ കൊണ്ട് റൂമിൽ നിസ്കരിച്ച് റിക്കാർഡ് ഞാൻ കാണിച്ചു തരാം. ഈ ചൂഷകർക്കെതിരെ യുദ്ധം തന്നെയാണ്. യുദ്ധം തന്നെ എന്നെ എന്ത് ഒരു വാണ്ടി ചെയ്യട്ടെ, യുദ്ധം തന്നെ. നമ്മളെ ഈ മുനാഫികളെ കയ്യിൽ നിന്ന് നമ്മളെ സമുദായത്തിന് നമുക്ക് എന്തില്ലാത്ത നമ്മുടെ സ്ത്രീകളെ നമ്മൾ രക്ഷപ്പെടുത്തണം. അതാണ് എന്റെ സത്യപ്രതിജ്ഞ. ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം കെ.എസ്. അബ്ദുറഹ്മാൻ എല്ലാം ഏറ്റെടുത്ത് പൂർണ്ണ ബോധ്യത്തോടെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. ബോധ്യം അല്ലാന്ന് തെളിയിക്കേണ്ട കടമ ഓർക്കല്ലേ. ഞാൻ പറഞ്ഞ തെറ്റുന്നുള്ളത് തെളിയിക്കേണ്ട കടമ ഞാൻ കൃഷിച്ച ഓർ ചാനൽ ഇരിക്കട്ടെ. ഇതിൽ ഏതെങ്കിലും പേരുകളോ കാര്യങ്ങളോ വെട്ടിമാറ്റേണ്ടതുണ്ടോ? ഒന്നുമില്ല. എന്ത് മാറ്റണ്ടില്ല. ഓറെ കുറെ ഇതുണ്ട്, കുറെ അണികളുണ്ട്. ഓരിപ്പ എന്നെ നാളെ മുതൽ എന്തെല്ലാം ചീത്ത പറയും. ഞാൻ ആണ് മക്കള് ഓറെ ചീത്ത പറയിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞ തെറ്റെങ്കിൽ എന്റെ എതിർന്നിരിക്കും. ആയത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയെന്ന് എനിക്ക് കാണിച്ചതാ. ശരിയായ ഹദീസ് വേറെ എന്തെല്ലാം ഹദീസ് ഉണ്ട് ഇപ്പൊ. അതിൽ അല്ലെങ്കിൽ ആയത്ത് അള്ളാന്റെ കലാമ് കാണിച്ചതാ. ഓക്കെ, കാണിച്ചു തരാൻ പറ്റൂല. കെ.എസ്. അബ്ദുറഹ്മാന് പറയാനുള്ള കാര്യങ്ങളായിരുന്നു നിങ്ങൾ ഇതുവരെ കേട്ടത്. വളരെ ദൈർഘ്യമേറിയതാണ് അഭിമുഖം. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ 75 വയസ്സായി. ഇതിനിടയിൽ അദ്ദേഹം കണ്ട ഒരുപാട് കാഴ്ചകളും നമ്മുടെ സമുദായം അനുഭവിച്ചതുമൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കെ.എസ്. അബ്ദുറഹ്മാൻ വീണ്ടും വരും അല്ലെ? ഇൻഷാ അല്ലാഹ്. വഖഫിൽ അഴിമതിയുടെ ഒരു കൂമ്പാരമാണെന്നാണ് പറയപ്പെടുന്നത്. അഴിമതിയുടെ കൂമ്പാരം. ഒരു ദിവസം അദ്ദേഹം പറയണേ, കുറച്ച് ദിവസങ്ങൾക്ക് എനിക്ക് അവസരം തരികയാണെങ്കിൽ ഓഡിറ്റിങ്ങിലൂടെ മാത്രം കോടാനുകോടി രൂപ ഇന്ന് ഈ സമുദായത്തിൽ തിരിച്ചെത്തിക്കാൻ പറ്റും. കോടികളെ ഇവരെ ചുറ്റുപാട് പണ്ട് കൊടുത്ത് ഇങ്ങനെ എത്ര ഏക്കർസ്. ഞാൻ ഇതുവരെ പഠിച്ചത് മോനെ, കേരളത്തില് ഇന്ത്യയിൽ ഏറ്റവും അധികം ലാൻഡ് ഉള്ളത് അഗ്രികൾച്ചർ ലാൻഡ്, രണ്ടാമതുള്ള റെയിൽവേ ലാൻഡ്, മൂന്നാമതുള്ള വഖഫ് ലാൻഡ്. ഇതുവരെ സർവേ ആക്കിയിട്ട് വലിയൊരാൾ ഇപ്പൊ ഒരു 2-3 മാസം എന്ത് ഈ വഖഫ് ബോർഡിന്റെ അധികാരം ഞമ്മാണ്. എന്നിട്ടാണ് ഞമ്മ എപ്പോഴും മിസ്കീനായിട്ട് നടക്കുന്നത്. ബെഗേഴ്സ്. പള്ളിക്ക് പിരിവിന്, ബൾബ് മാറ്റാണ് പിരിവിന്. നമ്മളെ ചുറ്റുപാട് ഈ പണ്ഡിതന്മാർക്കെല്ലാം 2, 3, 4 ലക്ഷം റുപ്യ ശമ്പളം കൊടുത്തിട്ട് നല്ല പണ്ഡിതത്തിന്റെ ആക്കിയെങ്കിൽ ഒരു ഉംറാക്ക നമ്മളെ ബാക്കിൽ പഠിച്ചിട്ട് ദീന്ന് ബുക്കൂലേ വരും. അർഹിക്കുന്ന പരിഗണന നൽകിയത് അത് ഒരു തെറ്റ് നമ്മക്കുണ്ട്. ആ പരിഗണന കഴിച്ചെങ്കിൽ യുബറാക്കളെ ബാക്കിൽ പിന്നെ 1000 റുപ്യക്ക് കല്യാണം കഴിച്ച് നിക്കാതെ കഴിച്ചെങ്കിൽ 1000. അവിടെ പിന്നെ ഗോൾഡിന്റെ ഷോപ്പ് പിന്നെ തുറന്നാല് 2 പൗണ്ട് 1 പൗണ്ട് 10,000 അത് വെക്കൂല. അവർക്ക് നല്ല പൈസ 2, 3, 4 ലക്ഷം രൂപ കൊടുക്കുക. ആ ചുറ്റുപാട് നമ്മളിട്ടുണ്ടല്ലോ. ആ ചുറ്റുപാടത്തിൽ എത്തിക്കാൻ തയ്യാറാണ്. എനിക്ക് പിണറായി വിജയനോട് ഗവൺമെന്റിന് പറയുന്നത് അതിന്റെ ഒരു അവസരം എനിക്ക് താ. അല്ല, നിങ്ങൾ എന്ത് ശിക്ഷ തരുന്നത് ഞാൻ കാണിക്കാം. അതിനെല്ലാ സൗകര്യവും ഒരു നയാ പൈസ ചെലവാക്കണ്ട. ചെലവെല്ലാം എന്റെ മക്കൾ. ഞാൻ ഇത് ആവശ്യം ഒന്നും ആവശ്യമില്ല. ഞാൻ താമസിച്ചറിഞ്ഞാൽ കൂടെ കാറ് വേണ്ട, ശമ്പളം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്റെ ചെലവിൽ പോയിട്ട് താമസിക്കും. എന്റെ അക്കൗണ്ട് സിസ്റ്റം ഉണ്ട്, വഴിട്ടുണ്ട്, ആടെ ഇരിക്കും. ഞാൻ കേൾക്കുന്നത് അവർ തന്നോളാം. കണക്ക് എന്ത് ചോദിക്കും തന്നോളാം. അത് ഞാൻ എന്ത് ചോദിക്കും. അതിന് പറ്റിയ അതിന് റിസ്ട്രിക്ഷൻ പാടില്ല. നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്, പിണറായി വിജയന്റെ പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത് എനിക്കൊരു അവസരം, അതായത് 1 രൂപ ആവശ്യമില്ല, വണ്ടി ആവശ്യമില്ല, വീട് ആവശ്യമില്ല, പേരാവശ്യമില്ല, ഒന്നുമില്ല. കുറച്ച് ദിവസം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് നടത്താൻ 1 മാസം തന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഈ ഒരു തമിഴിൽ ഒരു നായകൻ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അതിൽ 1 ഡേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പോലെ
ഒരു 1 മന്ത് വഖഫ് ബോർഡിന്റെ ഒരു അധികാരം കൊടുത്താൽ ഞാൻ ചോദിക്കുന്ന ഡോക്യുമെന്റ് ഇദ്ദേഹം ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ് ഹാജരാക്കിയാൽ ഏറ്റവും സമ്പന്നമായി ഈ വഖഫ് ബോർഡിനെ മാറ്റാമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇത് KS അബ്ദുറഹ്മാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ അവസരം ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കല്ലറിയിപ്പിക്കലല്ല വേണ്ടത്, ആണത്ര ഉണ്ടെങ്കിൽ എതിർവന്ന്. ഓക്കെ, അപ്പോ മൂപ്പരുമായി ഖണ്ഡിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വരുവോ, ഞങ്ങൾ അതിനുള്ള അവസരം ഒരുക്കാം. താൽക്കാലികമായി വിട പറയുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം.